ഏത് കയ്യിൽ ധരിക്കണം, ഏത് വിരലിൽ ധരിക്കണം, ഏത് രൂപത്തിൽ ധരിക്കണം? ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മോതിരത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നു. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ തൊട്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലബിസ ഖാതമ വരിഖിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളിയുടെ മോതിരം ധരിച്ചു. ഫി യമീനിഹി, അവിടുത്തെ വലത് കൈയിൽ. ഫീഹി ഫസ്സുൻ ഹബശിയുൻ, ആ മോതിരത്തിൽ ഒരു ഹബശിയായ ഒരു മോതിര കല്ലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു ഹദീസ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹ് മുസ്ലിമിൽ പറയുന്നത് കാണാം. അജ്മഅൽ ഉലമാഉ, പണ്ഡിതന്മാര് ഏകോപിച്ചു പറഞ്ഞു, അല ജവാസി തഖത്തുമി ഫിൽ യമീനി, വലത് കൈയിൽ മോതിരം ധരിക്കൽ അത് അനുവദനീയമായ കാര്യമാണ് എന്ന്. വ അല ജവാസിഹി ഫിൽ യസാരി, എന്നാൽ ഇടത് കൈയിൽ മോതിരം ധരിക്കൽ അത് അനുവദനീയമായ കാര്യമാണ് എന്നതിന്റെ മേലിലും മഹാന്മാര് ഏകോപിച്ചിട്ടുണ്ട്. വല കറാഹത്ത ഫി വാഹിദ് മിൻഹുമ, രണ്ടിൽ നിന്നും ഏതിലെങ്കിലും ഒന്നിൽ ധരിച്ചു കഴിഞ്ഞാൽ അതിൽ കറാഹത്തു വരില്ല എന്നും മഹാന്മാര് പറയുന്നു. എന്നിട്ട് മുഴുവനും കേൾക്കണം. വഖ്തലഫു സലഫു ഫി അയ്യിഹിമാ അഫ്ളലു, സലഫു സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാർ ഏറ്റവും അഫ്ളലായത് ഏതാണ് എന്ന വിഷയത്തിൽ എതിരഭിപ്രായമായി. വലത് കൈയിൽ ധരിക്കലാണോ ഇടത് കൈയിൽ ധരിക്കലാണോ എന്ന് ഖിലാഫ് വന്നുപോയി. ഫതഖത്തമ കസീറുന മിൻഹും ഫിൽ യമീനി, അങ്ങനെ ആയപ്പോൾ സലഫു സ്വാലിഹീങ്ങളിലുള്ള ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും വലത്തെ കൈയിലാണ് മോതിരം ധരിക്കുന്നത്. എന്നാൽ വകസീറൂന ഫിൽ യസാരി, മറ്റു ചില ആളുകളും ഇടത്തെ കൈയിലുമാണ് മോതിരം ധരിക്കുന്നത്. വസ്തഹബ്ബ ശാഫിഈയു അൽ യമീന, ഇവിടെയാണ് ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം. നമ്മൾ അംഗീകരിക്കുന്ന നമ്മളുടെ മദ്ഹബിന്റെ ഇമാമായ മഹാനായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹിമഹുല്ല, മഹാനവറുകൾ വലത്തെ കൈയിൽ മോതിരം ധരിക്കലിനെയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസിൽ നിന്നും വ്യക്തമാണ് തങ്ങൾ വലത്തെ കൈയിൽ മോതിരം ധരിച്ചു എന്നുള്ളത്. അതുകൊണ്ട് മോതിരം ധരിക്കുമ്പോൾ വലത്തെ കൈയിലാണ് ധരിക്കേണ്ടത് എന്ന അഭിപ്രായത്തെ തഖ്ദീം ചെയ്യണം, മുന്തിക്കണം എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇനി ഏത് വിരലിൽ ധരിക്കലാണ് അഫ്ളലായിട്ടുള്ളത്? അസ്സുന്നത്തു അയ്യതഖത്തമ ഫീ ഖിൻസിരിഹി, അവന്റെ ചെറുവിരൽ, ഖിൻസിർ വിരലാകുന്ന ചെറുവിരലിൽ മോതിരം ധരിക്കലാണ് ഏറ്റവും നല്ലത്. വയുക്റഹു ലിർരിജാലി, പുരുഷന്മാർക്ക് കറാഹത്താക്കപ്പെടും അത്തഖത്തുമു ഫിൽ വുസ്ത വല്ലത്തി തലീഹ, ഈ നടുവിരലിലും അതുപോലെ മോതിരവിരൽ എന്ന് പറയപ്പെടുന്ന വിരലുകളിലും മോതിരം ധരിക്കൽ, അഥവാ ഈ ചെറുവിരൽ അല്ലാത്ത നടുവിരലിലും അതിനോട് അടുത്ത വിരലുകളിലും മോതിരം ധരിക്കൽ കറാഹത്താണ് എന്ന് വരേക്കും മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു. ഇനി മൂന്നാമതായിട്ടുള്ള ചോദ്യമാണ് ഏത് രൂപത്തിൽ ധരിക്കണം എന്നുള്ളത്. അതും പറയുന്നു വയജ്അലു ഫസ്സഹു, ഈ മോതിരത്തിന്റെ കല്ലിനെ ആക്കണം മിമ്മായലി കഫഹു, അവന്റെ ഉള്ളം കൈയിനോട് അടുത്ത രൂപത്തിലാക്കണം. അപ്പൊ മോതിരമുണ്ട് എങ്കിൽ ആ മോതിരത്തെ നമ്മൾ ഉള്ളം കൈയിലേക്ക് അടുക്കുന്ന രൂപത്തിലായിരിക്കണം അതിന്റെ കല്ല് വെക്കേണ്ടത്. പല ആളുകളും മോതിരം ധരിക്കുമ്പോൾ നമ്മുടെ പുറത്തേക്ക്, കല്ല് പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ ഇങ്ങനെയാ ധരിക്കുക. എന്നാൽ ആ മോതിരം എന്ത് ചെയ്യണം? ഉള്ളം കൈയിലേക്ക്, ഉള്ളം കൈയിനോട് മുവാജഹത്താകുന്ന രൂപത്തിൽ, മുന്നിടുന്ന രൂപത്തിൽ കല്ലിനെ ഉള്ളം കൈയിലേക്ക് തിരിച്ചിട്ടാണ് മോതിരം ധരിക്കേണ്ടത്. ലിഫിഇലിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാലിക, ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. തങ്ങളുടെ മോതിരക്കല്ല് ഉള്ളം കൈയിലേക്ക് തിരിഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്.